അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ഇലക്ട്രിക് ഹീറ്റിംഗ്. ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ മറ്റ് ഹീറ്റിംഗ് സിസ്റ്റത്തെ കമ്പയർ ചെയ്ത സമയത്ത് ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് ആണ് ക്ലീൻലിനെസ്. ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ആഷ് പാർട്ടിക്കിൾസോ ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം വളരെ ക്ലീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മറ്റേത് സിസ്റ്റം നമ്മൾ ഉപയോഗിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അവിടെ ആഷ് പാർട്ടിക്കിൾസും അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ അത്തരത്തിലുള്ള ആഷ് പാർട്ടിക്കിൾസോ ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഇല്ലാത്തത് കൊണ്ട് തന്നെ സിസ്റ്റം വളരെ ക്ലീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തിനുള്ള ഇനീഷ്യൽ കോസ്റ്റും അതേപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ ചീപ്പറാണ്, അല്ലെങ്കിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റം വളരെ എക്കണോമിക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് നോ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് ഹീറ്റിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലൂ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഫ്ലൂ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഫ്ലൂ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മറ്റേത് ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആകുന്ന സമയത്ത് അവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഫ്ലൂ ഗ്യാസസോ അങ്ങനത്തെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഈസി ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പം നമുക്ക് വേണ്ട റെഗുലേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കൂട്ടാനും അതുപോലെ തന്നെ കുറക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാനുവലായിട്ടും ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഈസി ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത അഡ്വാൻറ്റേജ് നോക്കാം. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ആണ് യൂണിഫോം ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾസിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് ചൂടാക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ കിട്ടുന്ന എല്ലാ ഭാഗത്തുണ്ടാകുന്ന ഹീറ്റും സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വിറക് വെച്ചിട്ട് നമ്മൾ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിറക് വെക്കുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാം. പക്ഷേ ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ അങ്ങനെയല്ല. ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ നമ്മളൊരു സാധനം ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്ന ചൂട് സെയിം ആയിരിക്കും. അതായത് യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. അത് കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പാർട്ടിക്കിൾസിൽ അനുഭവപ്പെടുന്ന ചൂട് യൂണിഫോം ആയിരിക്കും. അതാണ് ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യം. ആറാമത്തതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഹൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തെ അതിന് എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റു സിസ്റ്റത്തേക്കാളും വളരെ അധികം കൂടുതലാണ്. കാരണം അത് എഫിഷ്യൻസി കൂടുതലാണെന്ന് പറയാനുള്ള കാരണം നമ്മൾ ഇവിടെ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ മോസ്റ്റ്ലി ഏത് സാധനമാണോ ചൂടാക്കേണ്ടത് ആ സാധനം ഡയറക്റ്റായിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കേസാണെങ്കിൽ പാത്രമാണ് ചൂടാകുന്നത് ആദ്യം. എന്നിട്ട് പാത്രത്തിൻ്റെ ചൂട് കാരണം അതിലുള്ള വെള്ളം ചൂടായാണ് ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആകുന്ന സമയത്ത് ഇതിൽ പാത്രമല്ല ചൂടാക്കുന്നത്, പാത്രത്തിനുള്ളിലെ വെള്ളത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് പാസ് ചെയ്തുകൊണ്ട് ആ വെള്ളമാണ് നേരിട്ട് ചൂടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി എന്താണ്, വളരെ കൂടുതലാണ്. അതേപോലെ അടുത്ത അഡ്വാൻറ്റേജ് ആണ് ലോ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടെമ്പറേച്ചർ മാനുവലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ അതിലോട്ട് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വിറക് വെച്ചിട്ടൊരു സാധനം ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധനം ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആ വിറക് കത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നീക്കി കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വീണ്ടും പോകേണ്ടി വരും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഹീറ്റിംഗ് പ്രോപ്പർലി നടക്കില്ല. അപ്പോൾ അങ്ങനെ പ്രോപ്പർലി നടക്കാതെ എന്ന സിസ്റ്റം ഈ വിറകൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നം വരും. അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആവുന്ന സമയത്ത് അങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ലോ അറ്റൻഷൻ മതി എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ
അടുത്ത അഡ്വാൻറ്റേജ് ആണ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പോൾ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ ഇറിറ്റേറ്റിംഗ് നോയ്സുകളോ അല്ലെങ്കിൽ മറ്റ് റേഡിയേഷൻസോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളവിടെ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ അവിടെ ആ ഒരു ഫർണസുമായി ബന്ധപ്പെട്ടോ മറ്റ് ഹീറ്റിങ്ങിൻ്റെ ഏതെങ്കിലും സിസ്റ്റമായിട്ടോ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് ബെറ്റർ വർക്കിംഗ് കണ്ടീഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യം. അപ്പോൾ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളതാണ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഹൈ ടെമ്പറേച്ചർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മറ്റ് സിസ്റ്റത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹൈ ടെമ്പറേച്ചർ ഉണ്ടാക്കാനുള്ള സമയം വളരെ കുറവ് മതി ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ. എത്ര വലിയ ടെമ്പറേച്ചർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ തോത് വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഹൈ ടെമ്പറേച്ചർ എന്ന അഡ്വാൻറ്റേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് ലെസ് ഫ്ലോർ ഏരിയ റിക്വയർഡ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന ഫർണസുകളായാലും മറ്റ് സിസ്റ്റങ്ങളായാലും അതിൻ്റെയൊക്കെ സൈസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെ കുറഞ്ഞ ഫ്ലോർ ഏരിയ മതി. നമുക്ക് വലിയൊരു ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സിസ്റ്റമൊന്നും ആവശ്യമില്ല. വളരെ ചെറിയ സിസ്റ്റത്തിൽ തന്നെ കറണ്ടിലും മറ്റു കാര്യങ്ങളിലും വേരിയേഷൻ വരുത്തിയിട്ട് വലിയൊരു ഹീറ്റ് നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഫർണസുകളൊക്കെ വളരെ കോമ്പാക്ട്നെസ് ആണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫ്ലോർ ഏരിയ മതി. അതാണ് ഇതിന് അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള ലെസ് ഫ്ലോർ ഏരിയ റിക്വയർ എന്ന് പറഞ്ഞാൽ. അടുത്ത പോയിൻ്റാണ് സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മറ്റ് ഹീറ്റിംഗ് സിസ്റ്റത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റം വളരെ സേഫാണ്. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചാർജ് പാർട്ടിക്കിൾസ് ആണ് ചൂടാക്കുന്നത്. അത് ചാർജ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ചൂടാക്കേണ്ട സാധനങ്ങളാണ് ചൂടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റം വളരെ സേഫാണ്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ കറണ്ടിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്നതിന് ഇലക്ട്രിക്കൽ കറണ്ടിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ഡിവൈസുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഈ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് സിസ്റ്റം വളരെ സേഫാണ്. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത് റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് ഹീറ്റിംഗ് എലമെൻ്റാണ്. ഒരു ഹീറ്റിംഗ് എലമെൻറ്റിന് വേണ്ട, നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഡിവൈസിൽ ചൂടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മെറ്റീരിയലിന് വേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ റിക്വയർമെൻ്റ് ആണ് ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് വേണം. ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസിനെയും അതേപോലെ ലെങ്ത്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൽ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാലും അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് നമുക്കറിയാം എച്ച് സിക്വൽ ടു ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആർ ടി ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അവിടെ ഹീറ്റും കൂടും. നമുക്കൊരു ഹീറ്റിംഗ് എലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പറഞ്ഞത് ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഉള്ള ആളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഉള്ള ആൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ റിക്വയർമെൻ്റായിട്ട് പറയുന്നത്. രണ്ടാമത്താണ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കലിൽ പഠിച്ചിട്ടുണ്ടാകും. കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ലോ ആയിരിക്കണം. ലോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ
ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ വളരെ കുറഞ്ഞ ചേഞ്ച് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ കൂടുതൽ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഹീറ്റിംഗ് നന്നായിട്ട് ബാധിക്കും. അതായത് വളരെ കുറഞ്ഞ ഹീറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ ചേഞ്ച് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിലെ ചേഞ്ച് നമ്മൾ ബാധിക്കുന്ന റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യം വളരെ കുറവായിരിക്കണം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മെറ്റീരിയൽസാണ്, അത് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ സാധാരണ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പം അടുത്ത പോയിൻ്റാണ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കണം. അടുത്ത റിക്വയർമെൻ്റാണ് ഹയർ മെൽറ്റിംഗ് പോയിൻ്റ്. അതായത് ഒരു ഹീറ്റിംഗ് എലമെൻറ്റിന് വേണ്ട അടുത്ത റിക്വയർമെൻ്റാണ് ഹയർ മെൽറ്റിംഗ് പോയിൻ്റ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റിന് മെൽറ്റിംഗ് പോയിൻ്റ് ഹൈ ആയിരിക്കണം. അപ്പം മെൽറ്റിംഗ് പോയിൻ്റ് ഹൈ ആയില്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഉരുക്കി പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റ് ഉരുകാനുള്ള ഒരു സാധനം ഉരുക്കി പോകാനുള്ള പോയിൻ്റാണ് ഹീറ്റിംഗ് പോയിൻ്റാണ് ശരിക്കും മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സാധനം നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരിക്കലും മെൽറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ മെൽറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസിന് ഹയർ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ആയിട്ട് ആ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് കേടാകാതെ നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത റിക്വയർമെൻ്റ് ആണ് ഹയർ മെൽറ്റിംഗ് പോയിൻ്റ്. ഇനി അടുത്ത റിക്വയർമെൻ്റ് ആണ് ഫ്രീ ഫ്രം ഓക്സിഡേഷൻ. ഫ്രീ ഫ്രം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറിൽ ഒരിക്കലും ഇത് ഓക്സിഡേഷൻ സംഭവിക്കാൻ പാടില്ല. ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. ഓക്സിജനുമായിട്ട് ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ കത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓക്സിഡേഷന് ഫ്രീ ആയിരിക്കണം നമ്മളെ ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാലാമത്തെ റിക്വയർമെൻ്റ് ആണ് ഫ്രീ ഫ്രം ഓക്സിഡേഷൻ. അഞ്ചാമത്തെ റിക്വയർമെൻ്റ് ആണ് നോൺ കൊറോസീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയറിലായിരിക്കും നമ്മൾ ഹീറ്റിംഗ് എലമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പം ആ അറ്റ്മോസ്ഫിയറിലുള്ള കാര്യങ്ങളുമായി കമ്പൈൻ ചെയ്ത് അവിടെ കൊറോഷൻ വരാനുള്ള തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നോൺ കൊറോസീവായിട്ട് തുരുമ്പ് പിടിക്കാത്ത മെറ്റീരിയലാണ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ എലമെൻ്റാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കേണ്ടത്, ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ അടുത്ത റിക്വയർമെൻ്റ് ആണ് നോൺ കൊറോസീവ് ആയിരിക്കണം. അടുത്ത പോയിൻ്റാണ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാ ഹീറ്റിംഗ് എലമെൻറ്റും ഒരേ ഷേപ്പല്ല ഉണ്ടാവുക. ഓരോ ഹീറ്റിംഗ് എലമെൻറ്റും പല രീതിയിൽ ഷേപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏത് ഷേപ്പിലോട്ടും മാറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതാണ് ഇതിൻ്റെ ഡക്റ്റൈൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീറ്റിംഗ് എലമെൻ്റ് എന്തായിരിക്കണം, ഡക്റ്റൈൽ ആയിരിക്കണം. അതാണ് ആറാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞ്. ഇനി അടുത്തതാണ് ഏഴാമത്തെ പോയിൻ്റാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി പറയുന്ന പേരാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റൻസും കൂടണം, എന്നാലേ ഇതിന് എന്തുണ്ടാവുള്ളൂ, സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി കറണ്ട് കൂടും. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ അല്ലാതെ പോകും. അതായത് അവിടെ അത് കത്തിപ്പോകാനും അവിടെ സർക്യൂട്ടിൽ ഡാമേജ് ആകാനുള്ളൊക്കെ സാധ്യത കൂടും. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആകണം. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ടിൻ്റെ അളവ് കുറയുള്ളൂ. ആ കറണ്ടിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് നമുക്ക് സിസ്റ്റത്തെ വല്ലാതെ അവിടെ ഡാമേജൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷനൊന്നും എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത പോയിൻ്റാണ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെൻറ്റിന് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടാകണം. അപ്പോൾ ചില വൈബ്രേഷൻസ് വരാം. നമ്മൾ പല രീതിയിലുള്ള കണ്ടീഷനിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ വൈബ്രേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്.
അപ്പോൾ അങ്ങനെ വൈബ്രേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് വളരെ പെട്ടെന്ന് പൊട്ടി പോകുകയാണെന്നെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ആകണം. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ് എക്കണോമിക്കൽ. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആകാൻ പാടില്ല, അത് വളരെ കൂടാൻ പാടില്ല. വളരെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എലമെൻറ്റ് ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെൻറ്റ് കോസ്റ്റ് വളരെ കൂടിയ കോസ്റ്റുള്ള മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എക്കണോമിക്കലായിട്ടുള്ള ആളുകളെ മാത്രമേ നമുക്ക് ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത റിക്വയർമെൻ്റാണ് എക്കണോമിക്കൽ. അപ്പോൾ ഇത്രയാണ് ഒരു ഗുഡ് ഹീറ്റിംഗ് എലമെൻറ്റിന് വേണ്ട റിക്വയർമെൻറ്റ്സ്.